ഹായ് ഓൾ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഓർഗാനിസം സാൽമണല്ലയുടെ പാത്തോജനസിസ് ആണ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ സാൽമണല്ലിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. നമുക്ക് ഇതിന്റെ പാത്തോജനസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഇതിന്റെ സാൽമണല്ലയുടെ സിവിയറിറ്റി ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വിർലൻസ് ബാക്ടീരിയയുടെ വിർലൻസ് ഫാക്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസിനെയും ഡിപ്പെൻഡ് ചെയ്യും ഈ ഒരു സിവിയറിറ്റി ഓഫ് ഡിസീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ അപ്ടേക്ക് വഴിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കിട്ടുന്നത്. അതായത് ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേറ്റഡ് വിത്ത് സാൽമണല്ലയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഇതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10�3 to 10�6 ബാസിലെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് നമ്മൾ തിയററ്റിക്കലി പറയുന്നതാണ്. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ലോവർ ഇൻഫെഷ്യസ് ഡോസും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഈ ഒരു ലോവർ ഇൻഫെഷ്യസ് ഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് കോ ഇൻജക്ഷൻ വിത്ത് ഫുഡ് ആണ്. അതായത് നമ്മളൊരു ഫുഡ് കഴിക്കുന്നു, അതിന്റെ കൂടെ വരുന്നു, അതിന്റെ കൂടെ പാത്തോജനിക് ആയിട്ട് അതിന്റെ കൂടെ സാൽമണല്ല വരുന്നു. അതിന്റെ കേസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ചില സമയത്ത് ലിക്വിഡ്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ സോളിഡ് ഫുഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓർഗാനിസത്തിന്റെ നമ്പർ കൂടുതൽ വേണ്ടി വരും. അതേസമയത്ത് ലിക്വിഡ് ഫുഡ് ആണെങ്കിൽ ഈവൻ ചെറിയൊരു എമൗണ്ട് ഓഫ് ഓർഗാനിസ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടും, ഇൻഫെക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ചില ടൈപ്പ് ഓഫ് ഫുഡ്സ് ഉണ്ട്. ആ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഗ്യാസ്ട്രിക് HCl pH അങ്ങ് ഹൈ ചെയ്യാം. നോർമലി എന്താണ്, ഇത് ആസിഡിക് pH ആണ്. ആ ഒരു pH-നെക്കാട്ടി കുറച്ചും കൂടി ആസിഡിറ്റി, വളരെ ആസിഡിറ്റി കൂടുതലാണ് ഗ്യാസ്ട്രിക് HCl-ന്. ആ ഒരു ഗ്യാസ്ട്രിക് HCl-ന്റെ pH-ൽ ചേഞ്ച് വരുത്തുക, അതായത് pH-ന് കുറച്ച് ഉയർത്തിക്കൊണ്ടുവരിക. അങ്ങനെയുള്ള ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ഇൻഫെക്റ്റീവ് ഡോസ് വളരെ കുറച്ച് മതി. അതിന് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡിന് എക്സാമ്പിൾസ് ആണ് മിൽക്കും ചീസും. അങ്ങനത്തെ മിൽക്കും ചീസിന്റെ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് ഓർഗാനിസം ഉണ്ടെങ്കിൽ ഈവൻ കുറച്ചൊരു ഇൻഫെക്റ്റീവ് ഡോസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ്, അതായത് ഇൻഡിവിജ്വൽസിന് ഡിഫക്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലോ ഇൻഫെക്റ്റീവ് ഡോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഗാനിസം കയറിയിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കിട്ടും. ദെൻ ഇതിന്റെ പാത്തോജനസിസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി നമ്മുടെ ഓർഗാനിസം നമ്മുടെ ഉള്ളിലേക്ക് എത്തും. ഓക്കെ, നമ്മുടെ ഉള്ളിലേക്ക് ഓർഗാനിസം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലിയൽ മ്യൂക്കോസെല്ലാണ് അറ്റാച്ച്മെന്റ് ചെയ്യുന്നത്. അറ്റാച്ച്മെന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ഫിംബ്രിയെ അല്ലെങ്കിൽ പൈലെ വെച്ചിട്ട് നമ്മുടെ ഇലിയൽ മ്യൂക്കോസെൽ സെൽസിന്റെ മുകളിൽ, അവിടെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു സ്പെസിഫൈ ആയിട്ട് സെൽ ഉണ്ട്, എം സെൽ അല്ലെങ്കിൽ പേഴ്സ് പാച്ചസിന്റെ മുകളിൽ പോയിട്ടാണ്, ഇലിയൽ മ്യൂക്കോസെല്ലുള്ള പേഴ്സ് പാച്ചസിന്റെ മുകളിൽ എം സെൽസിന്റെ മുകളിൽ വന്നിട്ടാണ് ഈ ഒരു നമ്മുടെ സാൽമണല്ല എന്ന് പറഞ്ഞ ഓർഗാനിസം എന്ത് ചെയ്യുന്നത്, അറ്റാച്ച്മെന്റ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ഫിംബ്രിയ ആൻഡ് പൈലെ വെച്ചിട്ട് അവിടെ എന്ത് അറ്റാച്ച്മെന്റ് നടക്കും. ദെൻ വൺസ് അറ്റാച്ച്മെന്റ് നടന്നതിന് ശേഷം അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ഡിഫറെന്റ് ടൈപ്സ് ഉള്ള സിൻഡ്രോം ഡിസീസസ് ആണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ എൻഡറിക് ഫീവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് പോയിസൺ ആയിരിക്കാം, അല്ലെങ്കിൽ സെപ്റ്റിസീമിയ എന്നുള്ള കണ്ടീഷൻസ് ആയിരിക്കും. മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പുള്ള ക്ലിനിക്കൽ സിംറ്റംസ് ആണ് ഈ ഒരു ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ enderic fever. Enderic fever എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a group of diseases mainly caused by, it is the typhoid fever caused by Salmonella typhi and paratyphoid fever caused by Salmonella paratyphi A, B and C. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, Salmonella paratyphi C predominantly ഇന്ത്യയിൽ അങ്ങനെ കണ്ടുവരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വൈഡാൽ ചെയ്യുന്ന സമയത്ത് SPC ആന്റിജൻ എടുക്കാറില്ല. ഓക്കെ, ദെൻ ഇത് എന്താണ് ഈ ഒരു എൻഡർ ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ ആയിരിക്കും. അതായത് വെച്ചാൽ ആ ഫീവറിന് ഒരു പ്രത്യേകത ഉണ്ടാവും. അതായത് എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് ലാഡർ ലൈക്ക് ഫീവർ ആയിരിക്കും. അതായത് ഫീവർ കൂടുന്നു, നോർമൽ ആവുന്നു, വീണ്ടും കൂടുന്നു, നോർമൽ ആവുന്നു, കൂടുന്നു, നോർമൽ ആവും. ആ രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ലാഡർ ലൈക്ക് പൈറക്സി ആയിരിക്കും മെയിൻ ആയിട്ട് ഇതിന്റെ കേസിൽ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും. ദെൻ അബ്ഡോമിനൽ സിംറ്റംസ് ആയിട്ടുള്ള നോസിയ, വോമിറ്റിംഗ്, ഡയറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മുടെ ഇത് നമ്മുടെ മെയിൻ റൂട്ട് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും, ഫീക്കൽ ഓറൽ റൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇൻഫെക്റ്റീവ് നോർമലി ഉള്ള ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 to 20 days ആണ്. നമ്മളൊരു ആവറേജ് പറയുന്ന സമയത്ത് 2 weeks ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ള രീതി പറയുന്നത്. ഓക്കെ, അതായത് ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു, ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റിലെ പേസ് പാച്ചസിന് മുകളിൽ വന്ന് അറ്റാച്ച്മെന്റ് ചെയ്യുന്നു. ദെൻ അവിടെ കിടന്ന് എന്ത് ചെയ്യുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നു, അണ്ടർലൈങ് എപ്പിത്തീലിയൽ സെൽസിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, പെനിട്രേറ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ലീഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദെൻ എന്ത് ചെയ്യുന്നു, ഓർഗാനിസം പെനിട്രേറ്റ് ചെയ്ത് വന്നതിന് ശേഷം, പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആര് മനസ്സിലാക്കുന്നു, മാക്രോഫേജസ് മനസ്സിലാക്കുന്നു. ഇതിനെന്ത് സംഭവിക്കുന്നു, മാക്രോഫേജസ് നേരെ പോയിട്ട് അതിനെ പറ്റി അങ്ങ് എൻഗൾഫ്മെന്റ് ചെയ്യും. ഓക്കെ, നോർമലി എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, അവിടെ കിടന്ന് എൻഗൾഫ്മെന്റ് നടന്ന് ഫാഗോസൈറ്റോസിസ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ടീരിയ അവിടെ കില്ല് ചെയ്യേണ്ടതാണ്. ബട്ട്
In this fact, but എന്താണ് ഈ സാൽമണല്ലയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്. They are able to resist intracellular killing and instead of killing they are able to multiply in these phagocytosis cells. അതായത് ഈ മാക്രോഫേജസ് എൻഗൾഫ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ മാക്രോഫേജസിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും, ഈ ഒരു ബാക്ടീരിയ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് പോകും. ഇതിന് എന്ത് സംഭവിക്കുന്നു, അവിടെ കിടന്ന് കില്ല് ചെയ്യുന്നതിന് പകരം ഇത് അങ്ങ് അതിന്റെ ഉള്ളിൽ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കുന്നു, ഈ ഫാഗോസൈറ്റിക് സെൽസ് അല്ലെങ്കിൽ മാക്രോഫേജസ് കണ്ടെയ്നിങ് സാൽമണല്ല നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ മിസെൻട്രിക് ലിംഫ് നോഡ് വഴി റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഇവന്റ് ആയിരിക്കും എന്തിൽ നടക്കുന്നുണ്ടാവുക, നമ്മുടെ ഫസ്റ്റ് വീക്ക് ഓഫ് ഇൻഫെക്ഷനിൽ നടക്കുന്നുണ്ടാവുക. ഈ ഫസ്റ്റ് വീക്ക് ഓഫ് ഇൻഫെക്ഷൻ എന്തും കൂടി ഉണ്ടാവും, സിംറ്റംസ് ആയിട്ടുള്ള ഫീവർ, മലേസ്, ലെതർജി ആൻഡ് ഏക്സ് ആൻഡ് പെയിൻസും ഉണ്ടാവും. അതായത് ഫസ്റ്റ് വീക്കിൽ എന്താ സംഭവിക്കുന്നത്, ഓർഗാനിസം എൻ്റർ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ എപ്പിത്തീലിയൽ പാച്ചസിന്റെ അടുത്തുള്ള എപ്പിത്തീലിയൽ സെൽസിലേക്ക് പെനിട്രേഷൻ ഒക്കെ ചെയ്തു പോകുന്നു. എന്ത് സംഭവിക്കുന്നു, മാക്രോഫേജസ് വരുന്നു, ഈ ഒരു ഓർഗാനിസത്തിന് അങ്ങ് എൻഗൾഫ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, മാക്രോഫേജസിനുള്ളിൽ കടന്നിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് മെസെൻട്രിക് ലിംഫ് നോഡ് വഴി റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ആ സമയത്ത് നമുക്ക് ഫീവർ ഉണ്ടാവും, മലേസ് ഉണ്ടാവും, പെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് വീക്കിൽ സംഭവിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് വീക്ക് സംഭവിച്ച ശേഷം സെക്കൻഡ് വീക്കിലേക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഈ ബ്ലഡിന്റെ അകത്ത് ഈ മാക്രോഫേജസ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു, റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിന്റെ ഫലമായിട്ട് ഇത് അവിടെ നിന്ന് ബേസ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ബാക്ടീരിയമ എന്നുള്ള കണ്ടീഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മാക്രോഫേജസ് സെൽസ് ബേസ്റ്റ് ചെയ്തിട്ട് ബാക്ടീരിയമ എന്നുള്ള കണ്ടീഷനിലേക്ക്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ബാക്ടീരിയ എവിടെ എത്തി, നമ്മുടെ ബ്ലഡിൽ എത്തി അല്ലെ. വൺസ് ഇത് ബ്ലഡിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമിക് ഡിസീസസ് എന്നുള്ള രീതിയിലേക്ക് മാറും. അതായത് എന്താണ്, ബ്ലഡ് ഏതൊക്കെ സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ ആ എല്ലാ ഏരിയയിലേക്കും ആരും പോകുന്നു, അലോങ് വിത്ത് ബ്ലഡ് നമ്മുടെ സാൽമണല്ലയും കൂടി എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. അതായത് വേരിയസ് ടിഷ്യൂസിലേക്ക് പോവാം, ഗോൾ ബ്ലാഡറിൽ പോവാം, ലിവറിൽ പോവാം, സ്പ്ലീനിൽ പോവാം, ബോൺ മാരോയിൽ പോവാം, കിഡ്നിയിൽ പോവാം. അങ്ങനെ വൈഡ് വെറൈറ്റീസ് ഓഫ് നമ്മളെല്ലാ ഓർഗൻസ്, ഈവൻ ലങ്സ് വരെ എത്താം. അതായത് എല്ലാ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈവൻ ഗോൾ ബ്ലാഡറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾ ബ്ലാഡറിൽ ആരുണ്ടാവും, നല്ല ബൈൽ സെക്രീഷൻ ഉണ്ടാവും അല്ലെ. ഈ ബൈൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് നല്ല ഇൻഡസ്ട്രിയൽ മീഡിയേറ്റ് ഈ ബൈൽ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഒരു ബാക്ടീരിയ അവിടെ കിടന്നെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ എന്താണ്, ഗ്രഹണി പിടിച്ച കുട്ടിക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ പോലെ അതേ അവസ്ഥയായിരിക്കും എന്ത്, നമ്മുടെ ഈ സാൽമണല്ലനെ സംബന്ധിച്ചിടത്തോളം ബൈൽ എന്തായിരിക്കും, ബൈൽ എന്ന് പറഞ്ഞാൽ അത്രയും സാൽമണല്ലയ്ക്ക് ഇഷ്ടമുള്ള സംഭവമായിരിക്കും. സാൽമണല്ല അവിടെ കിടന്ന് നല്ല രീതിയിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗോൾ ബ്ലാഡറിന് വീണ്ടും ബാക്ടീരിയ ഷെഡ് ചെയ്യും. എങ്ങോട്ടേക്ക് ഷെഡ് ചെയ്യും, ഇൻഡസ്റ്റൈനൽ ലൂമനിലേക്ക് ഈ ബാക്ടീരിയ ഗോൾ ബ്ലാഡറിന് ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ആ സമയത്ത് നമ്മുടെ ഈ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേയേഴ്സ് പാച്ച് നമ്മുടെ ഇൻഡസ്റ്റൈനൽ ലൂമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ടീരിയ റിട്ടേൺ ടു ഇൻഡസ്ട്രിയൽ ലൂമൻ എത്തുന്നു. ഇൻഡസ്ട്രിയൽ ലൂമൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഓൾറെഡി പേയേഴ്സ് പാച്ചസിലാണ് ഫസ്റ്റ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അൾസറേറ്റീവ് ലീഷൻസ് ഫോം ചെയ്യും. ഓക്കെ, ഈ അൾസറേറ്റീവ് ലീഷൻസ് പിന്നെ എന്തിലേക്ക് മാറിയിട്ട് ഒരു നെക്രോസിസ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യും, പേയേഴ്സ് പാച്ചസിൽ ഇൻഫെക്ഷൻ വരുന്നു, ദെൻ അത് എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേസ്റ്റ് ചെയ്തിട്ട് ബാക്ടീരിയ കണ്ടീഷൻ വരുന്നു. ദെൻ ഗോൾ ബ്ലാഡറിൽ ബാക്കി എല്ലാ ഓർഗനിലേക്ക് സ്പ്രെഡ് ചെയ്ത് അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഗോൾ ബ്ലാഡറിൽ നിന്ന് റിട്ടേൺ ബാക്ക് ടു ഇൻഡസ്റ്റൈനൽ ലൂമിലെ വരുന്നു. ആ സമയത്ത് ഇൻഡസ്റ്റൈനൽ ലൂമിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പേയേഴ്സ് പാച്ചസിനൊക്കെ അൾസറേറ്റീവ് ലീഷൻസ് സംഭവിക്കുന്നു. ദെൻ ഈ അൾസറേറ്റീവ് ലീഷൻസ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഒരു നെക്രോസിസ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറും. ഇത്രയാണ് സെക്കൻഡ് വീക്കിൽ സംഭവിക്കുന്നത്. ദെൻ ഈ ഒരു സെക്കൻഡ് വീക്കിലേക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ, പേഷ്യന്റിന് എന്ത് ചെയ്യും, നല്ല ഫീവർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അബ്ഡോമിനൽ ടെൻഡർനെസ് ഉണ്ടാവും, ദെൻ ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സെക്കൻഡ് വീക്കിലാണ് ബാക്ടീരിയമ എന്നുള്ള കണ്ടീഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി ബാക്ടീരിയമ എന്നുള്ള കണ്ടീഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദെൻ തേർഡ് വീക്ക് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, പേഷ്യന്റ് വളരെ ടയേർഡ് ആയിരിക്കും. അതേസമയത്ത് എന്താണ്, നല്ല ഫെബ്രൈൽ ഇൽനെസ്സും ഉണ്ടാവുകയും ചെയ്യും. ദെൻ ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, 10% ഓഫ് ഇൻഡിവിജ്വൽസിന് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ദെൻ ചില കേസിൽ ഈ ഒരു ഡിസീസ് ഒക്കെ മാറിക്കഴിഞ്ഞ ശേഷം പേഷ്യന്റ് റിക്കവറി വന്നതിന് ശേഷവും ചില പേഷ്യന്റിന്റെ ഗോൾ ബ്ലാഡറിന്റെ ഉള്ളിൽ ബാക്ടീരിയ മൾട്ടിപ്ലിക്കേഷൻ നടക്കാം. ഇതിന്റെ പോസിബിലിറ്റീസ് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി 3% ഇൻഡിവിജ്വൽസിനാണ്. അതായത് ഈ ടൈഫോയിഡിന്റെ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ എൻഡറിക് ഫീവർ വന്നു, ഈ ഒരു ഇൻഫെക്ഷൻ റിക്കവറി ആയി കഴിഞ്ഞിരിക്കുന്ന ചില പേഷ്യൻസിന്റെ ഗോൾ ബ്ലാഡറിന്റെ ഉള്ളിലും എന്ത് സംഭവിക്കാം, ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കാം. പക്ഷെ വിത്തൗട്ട് എനി സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് ദേ ആക്ട് ആസ് എ കാരിയേഴ്സ്, ക്രോണിക് കാരിയേഴ്സ് എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത്.
ദെൻ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യാം, അത് ഫർദർ ഔട്ട്ബ്രേക്സ് എന്നുള്ള രീതിയിലേക്ക് ലീഡ് ചെയ്യാം. ദെൻ ഇവിടെ നമ്മൾ ക്രോണിക് കാരിയേഴ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ടൈഫോയിഡ് എടുക്കുന്ന സമയത്ത് വേറൊരു പേര് പറയേണ്ടത് ടൈഫോയിഡ് മേരി എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയാണ് ടൈഫോയിഡ് വൈഡ് സ്പ്രെഡ് ഇതാക്കിയത്. അതായത് പുള്ളിക്കാരത്തി എനിക്ക് ഏതൊരു യൂറോപ്യൻ കൺട്രീസിലെ ഷെഫായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തിക്ക് എന്തുണ്ടായിരുന്നു, പുള്ളിക്കാരി ടൈഫോയിഡിന്റെ കാരിയർ ആയിരുന്നു. പുള്ളിക്കാരത്തി അറിയില്ലായിരുന്നു ടൈഫോയിഡിന്റെ കാരിയർ ആണെന്നുള്ളത്. അങ്ങനെ പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. സംഭവം എന്താ സംഭവിച്ച, ഫീക്കോ ട്രാൻസ്മിഷൻ നടന്നു, കണ്ടാമിനേറ്റഡ് ഫുഡ് എല്ലാവരും കഴിച്ചു, എല്ലാവർക്കും എന്ത് സംഭവിച്ചു, ടൈഫോയിഡ് വന്നു. അങ്ങനെ ഒരു ഔട്ട് ബ്രേക്സ് യൂറോപ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പേര് തന്നെ ഫേമസ് ആയിരിക്കുന്നത്. കാരിയേഴ്സ് പറയുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയുന്ന പേരാണ് ടൈഫോയിഡ് മേരി. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ കാണുന്നത്. എന്താണ് ടൈഫോയിഡ് ബാക്ടീരിയ, എന്താണ് നമ്മൾ നേരെ ഫുഡ് ആൻഡ് വാട്ടർ വഴി നേരെ സ്റ്റൊമക്കിൽ എത്തുന്നു. സ്റ്റൊമക്കിൽ നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയതിനു ശേഷം ഇത് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിലേക്ക് പോകുന്നുള്ള രീതിയിൽ അല്ലെ. ബാക്ടീരിയ എങ്ങോട്ട് പോകുന്നു, നേരെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് പോകുന്നു. ദെൻ അവിടെ കിടന്ന് എന്ത് സംഭവിക്കുന്നു, അത് വേസ്റ്റ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയ നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ സ്കിൻ, ബോൺ മാരോ, സ്പ്ലീൻ, ഗോൾ ബ്ലാഡർ, ലിവർ, കിഡ്നീസിലേക്കൊക്കെ വൈറ്റൽ ഓർഗൻസിലേക്കൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നു. ഈവൻ എങ്ങോട്ടേക്ക് എത്തുന്നു, ഗോൾ ബ്ലാഡറിലേക്കും എത്തുന്നു. ദെൻ എന്താ സംഭവിക്കുന്നത്, ഈ ബാക്ടീരിയ ലിവറിനും അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിനും ഒക്കെ നല്ല രീതിയിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു, ദെൻ റിട്ടേൺ ബാക്ക് ടു ഇൻറ്റസ്റ്റൈൻ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, വീണ്ടും ഈ ഫീക്കൽ എക്സ്ക്രീഷനോ അതായത് എന്ത് സ്റ്റൂൾ വഴി ഈ ഒരു ഓർഗാനിസം വേണമെങ്കിൽ പുറത്തോട്ട് പോവാം, എലിമിനേറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ എക്സെപ്റ്റ് പാത്തോജനിസിസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അതിന്റെ വേറെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. ഇതാണ് പെരേസ് പാച്ചസ് ആണ്, ഇതാണ് എം സെൽസ് ആണ് കാണുന്നത്. ഇതെന്താണ് സാൽമണല്ല വരുന്നു, എന്ത് ചെയ്യുന്നു, എം സെൽസിൽ അറ്റാച്ച്മെന്റ് ചെയ്യുന്നു. ദെൻ എന്ത് സംഭവിക്കുന്നു, മാക്രോഫേജസിനെ കാണാം, മാക്രോഫേജസിന്റെ എൻഗൾഫ്മെന്റ് അവിടെ നടക്കുന്നു അല്ലെ. ദെൻ എൻഗൾഫ്മെന്റ് നടന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, ഇത് നേരെ നമ്മളെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ദെൻ നേരെ എന്ത് സ്പ്ലീൻ ആൻഡ് ബോൺ മാരൽ അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ആണ് കാണിക്കുന്നത്. ദെൻ നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു, സ്പ്ലീനിലും ബോൺ മാരോ എത്തുന്നു. ദെൻ അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നേരെ ലിവറിലേക്ക് എത്തുന്നു. ദെൻ വീണ്ടും റിട്ടേൺ ബാക്ക് ടു ഇൻറ്റസ്റ്റൈൻ എന്നുള്ള രീതിയിലേക്കാണ്, ഷെഡിങ്ങിന് വേണ്ടിയിട്ട് റിട്ടേൺ ബാക്ക് ടു ഇൻറ്റസ്റ്റൈൻ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതും വേറെ ഡയഗ്രാം ആണ്. സാൽമണലയാണ് വരുന്നത്, എം സെൽസ് ആണ്. കണ്ടില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ സ്പ്ലീനിന്റെ അകത്ത് ലിവറിനകത്തേക്കുന്നുണ്ട്, മൈക്രോഫേജസിനാണ് ഇൻട്രസ്റ്റൽ കില്ലിംഗ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതും സാൽമണല ടൈഫി ആണ്. എം സെൽസിൽ എത്തുന്നു, മൈക്രോഫേജസിന്റെ എൻഗൾഫ്മെന്റ് നടക്കുന്നുണ്ട്. മിസെൻട്രിക് ലിംഫ് നോഡിലേക്ക് എത്തുന്നു, സ്പ്ലീനിലേക്ക് എത്തുന്നു. ദെൻ ബ്ലഡ് വേ സ്പ്ലീനിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ബ്ലഡ് വേ നേരെ ലിവറിലേക്ക് എത്തുന്ന. ദെൻ ഗോൾ ബ്ലാഡറിലേക്ക് എത്തുന്നു. ദെൻ അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ റിട്ടേൺ ബാക്ക് ടു പെരേസ് പാച്ചസ് അല്ലെങ്കിൽ റിട്ടേൺ ബാക്ക് ടു സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ പാത്തോജനിക് മെക്കാനിസത്തിന്റെ ഡയഗ്രാം ആണ്. നമ്മൾ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ കഴിക്കുന്നു, നേരെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്കിൽ എത്തുന്നു, മിസെൻട്രിക് ലിംഫ് നോഡിലേക്ക് എത്തുന്നു. ദെൻ നേരെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നു, റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റ് ആയ ലിവർ, സ്പ്ലീൻ, ഗോൾ ബ്ലാഡറിലേക്ക് എത്തുന്നു. ദെൻ വീണ്ടും റിട്ടേൺ ബാക്ക് ടു പെരേസ് പാച്ചസ് എന്നുള്ള രീതിയിലേക്ക്. ദെൻ എന്താ ഫീസസ് വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകാം. ദെൻ അല്ലെങ്കിൽ ചില സമയത്ത് ബ്ലഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ജനറലൈസ്ഡ് ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലേക്ക് എത്താം. ഓക്കെ, ദെൻ ആ ഒരു സമയത്ത് നമ്മൾ ഡിസീസ് ഉള്ള സമയത്ത് എന്തായിരിക്കും, ഹൈ ഫീവർ ആയിരിക്കാം, നോസിയ, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാവും, ആൻഡ് ഡയറിയ ഉണ്ടാവും. ഇനി ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 to 20 days ആണ് നമ്മൾ പറയുന്നത്. ആവറേജ് ഓഫ് 2 weeks ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. ഈ ടൈഫോയിഡ് ഫീവർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് എപ്പിഡമിയോളജിക്കൽ ടൈപ്സ് ആണ് കാണുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ എൻഡമിക് ടൈപ്പ്, ദെൻ സെക്കൻഡ് വൺ ഇസ് ദ എപ്പിഡമിക് ടൈപ്പ് എന്നുള്ള രീതിയിൽ. ഈ എൻഡമിക് ടൈപ്പിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസിജ്വൽ ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇയറിലും നടന്നുകൊടുക്കുന്ന സംഭവമാണ് ഈ ഒരു എൻഡമിക് അല്ലെങ്കിൽ റെസിജ്വൽ ടൈഫോയിഡ്. ദെൻ എപ്പിഡമിക് ടൈഫോയിഡ് ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നെങ്കിൽ എൻഡമിക് ഉള്ള ഏരിയയിലും അല്ലെങ്കിൽ നോൺ എൻഡമിക് ഉള്ള ഏരിയയിലും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു എപ്പിഡമിക് ഫോംസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ് അല്ലെങ്കിൽ മിൽക്ക് ബോൺ ഇൻഫെക്ഷൻ ഒക്കെ ആയിരിക്കാം. അതായത് ഈ സാൽമണല കണ്ടാമിനേറ്റഡ് വിത്ത് വാട്ടർ, ഫുഡ് അല്ലെങ്കിൽ മിൽക്ക് ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് കൺസ്യൂം ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻ ആണ്. പിന്നെ വെരി റയർലി ഷെൽഫിഷ് കഴിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഡ്രൈഡ് ഓർ ഫ്രോസൺ ഫുഡ്, പിന്നെ എഗ്സ്, മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ് വഴിയും നമുക്ക് ഈ ഒരു എപ്പിഡമിക് ഫോംസ് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇതിന്റെ അക്യൂട്ട് ടൈഫോയിഡ് ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഫീവർ ആയിരിക്കും. എന്നും നോക്കണ്ട, ഈ ഒരു ഏത് ടൈഫോയിഡ് ഫീവർ ആണ് നല്ല ഹൈ ഫീവർ ഉണ്ടാവും. അബൌട്ട് 30 to 100% ഓഫ് കേസിൽ എന്തുണ്ടാവും, ഹൈ ഫീവർ ഉണ്ടാവും. ആ ഒരു ഫീവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സ്റ്റെപ്പ് ലാഡർ ലൈക്ക് പൈറക്സിയ എന്നായിരിക്കും. അതായത് എന്ത് ചെയ്യുന്നു, ഒരു ഫസ്റ്റ് വീക്കിൽ ഫീവർ റൈസ് ചെയ്യുന്നു,
ദെൻ എന്ത് ചെയ്യുന്നു, നോർമൽ ആവും, റിട്ടേൺ ബാക്ക്, ദെൻ വീണ്ടും ഹൈ ആവുന്നു, ദെൻ റിട്ടേൺ ബാക്ക്, വീണ്ടും ഹൈ ആവുന്നു. ആ ഒരു രീതിയിൽ ഈ ഒരു നമ്മുടെ സ്റ്റെപ്പ് കയറുന്ന പോലെയുള്ള ഫീവർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റെപ്പ് ലാഡർ ലൈക്ക് പൈറക്സിയ എന്നുള്ള രീതിയിൽ പറയുന്നത്. പൈറക്സിയ മീൻ ഫീവർ. പിന്നെ അതുപോലെ തന്നെ അബൌട്ട് 50 to 90% ഇൻഡിവിജ്വൽസ് പെർസിസ്റ്റ് ഹെഡ് ഏക്ക് ഉണ്ടാവും. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിംറ്റംസ് അബൌട്ട് 8 to 79% ഉണ്ടാവും. അതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്രാംസ്, ദെൻ നോസിയ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചില പേഷ്യൻസിന് ഡയറിയ ഹൈ ആയിരിക്കും. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിൽഡ്രൻസിനും പിന്നെ അതുപോലെ തന്നെ HIV ഇൻഫെക്റ്റഡ് അഡൽട്സിനും ഡയറിയ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. പിന്നെ ബ്രാഡികാർഡിയ ഉണ്ടാവും 70 to 50% ഓഫ് ഇൻഡിവിജ്വൽസിനും. പിന്നെ എറിത്രിയമാറ്റസ് മാക്യുലർ പാപ്പുലർ ലേഷൻസ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റോസ് സ്പോട്ട് എന്ന് പറയും. അപ്പോൾ 30% മാത്രമേ അത് കണ്ടുവരുന്നുള്ളൂ. ഈ ഒരു സ്പോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു നമ്മുടെ ലോവർ ബാക്ക് അല്ലെങ്കിൽ ചെസ്റ്റിൽ അല്ലെങ്കിൽ അബ്ഡോമിനിലൊക്കെ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് സ്പോട്ട് കാണാൻ പറ്റും. ഹാവിംഗ് ഡയമീറ്റർ 2 to 4 centimeter ഡയമീറ്റർ ആയിരിക്കും. പിന്നെ ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി ഉണ്ടാവും, ല്യൂക്കോപീനിയ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഇതിനൊക്കെ നോൺ സ്പെസിഫിക് സിംറ്റംസ് ആയിട്ടുള്ള ചിൽസ്, ഡയഫ്രോസിസ്, അൻറോക്സിയ, കഫ്, ജനറലൈസ്ഡ് വീക്ക്നെസ്, സോർ ത്രോട്ട്, ഡിസ്നെസ്, മസിൽ പെയിൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. ഇതൊക്കെ നോൺ സ്പെസിഫിക് സിംറ്റംസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതിന്റെ സിവിയർ ഇൽനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് 10 to 15% ഇൻഡിവിജ്വൽസിനായിരിക്കും. മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലീഡിംഗ് ഉണ്ടാവാം 10 to 20%. ദെൻ ഇൻറ്റെസ്റ്റിനൽ പെർഫറേഷൻ അബൌട്ട് 1 to 3%. ദെൻ സെപ്റ്റിക് ഷോക്ക് ആൻഡ് അസിഡോസിസ് ഒക്കെ ആയിരിക്കും ഇതിന്റെ മെയിൻ സിവിയർ ഇൽനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ എക്സ്ട്രാ ഇൻറ്റെസ്റ്റിനൽ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് മെനിഞ്ചസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത്. അത് അബൌട്ട് 3 to 35 ഇൻഡിവിജ്വൽസിന് എന്തായിരിക്കും, 35% ഓഫ് ഇൻഡിവിജ്വൽസിന് എന്തുണ്ടാവും, എക്സ്ട്രാ ഇൻറ്റെസ്റ്റിനൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എൻസെഫലോപ്പതി, സെറിബ്രൽ എഡിമ, സബ്ഡ്യൂറൽ എംപൈമ, സെറിബ്രൽ ആബ്സിസ്, മെനിഞ്ചൈറ്റിസ്, വെൻട്രിക്കുലൈറ്റിസ്, ട്രാൻസിയന്റ് പാർക്കിൻസോണിസം, മോട്ടോർ ന്യൂറോൺ ഡിസോർഡേഴ്സ്, അറ്റാക്സിയ, ഷിസേഴ്സ്, ഗുല്യൻബെർഗ് സിൻഡ്രോം ആൻഡ് സൈക്കോസിസ്. ഇത്രയാണ് മെയിൻ ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റം ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. ദെൻ കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൌട്ട് 1 to 5% ഇൻഡിവിജ്വൽ എക്സിബിറ്റ് ദിസ് കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ലൈക്ക് എൻഡോകാർഡൈറ്റിസ്, മയോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ്, ആർത്രൈറ്റിസ് ആൻഡ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. Then pulmonary symptoms is also occurs about 1 to 6% of individuals persist pneumonia, empyema and bronchopleural fistula. Then bone and joint infection is comparatively very less, that is about less than 1% of individuals showing bone and joint infections like osteomyelitis and septic arthritis. പിന്നെ വരുന്നതാണ് ഹെപ്പറ്റോബാസിലറി സിംറ്റംസ് ഉണ്ടാവും about 1 to 26% of individuals cholecystitis, hepatitis, hepatic abscess, splenic abscess, പെരിറ്റോണൈറ്റിസ് ആൻഡ് പാരലൈറ്റിക് ഏലിയസ്. ഇത്രയും സംഭവങ്ങളാണ് ഹെപ്പറ്റോബാസിലറി സിസ്റ്റത്തിൽ. ദെൻ ജെനൈറ്റോ യൂറിനറി സിസ്റ്റത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു UTI എടുത്ത സമയത്ത് ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ് ഡിസെൻഡിങ് ടൈപ്പ് ഓഫ് UTI എന്നുള്ള രീതിയിൽ, അതായത് ബ്ലഡ് സ്ട്രീമിന്ന് കിഡ്നി എന്നുള്ള രീതിയിലേക്കാണ് ഇൻഫെക്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈവൻ ലോ കോളനി കൗണ്ട് ഇൻഡിക്കേറ്റ്സ് എന്തായിരിക്കും ഇൻ കേസ് ഓഫ് സാൽമോണല്ലയുടെ കേസിൽ സിഗ്നിഫിക്കന്റ് ബാക്ടീരിയ ബിക്കോസ് സ്റ്റാഫ് ഈസ് നോട്ട് എ നോർമൽ ഫ്ലോർ ഓഫ് നോർമൽ യൂറിനറി ട്രാക്ട്. ഓക്കെ. ദെൻ റീനൽ ആബ്സിസ്, pelvic infections, testicular abscess, prostatitis and epididymitis. Then soft tissue infections ആയിട്ടുള്ള gluteal abscess and cutaneous vasculitis ഒക്കെ ഉണ്ടാവാം. Then hematological problems ആയിട്ടുള്ള hemophagocytosis syndrome ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. Then ഇങ്ങനെ ഈ ഒരു സിംറ്റംസ് ഒക്കെ വന്നിട്ട് നമ്മൾ അൺട്രീറ്റഡ് ഇതുവരെ ട്രീറ്റ്മെന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡെത്ത് ഒക്കേഴ്സ് about 12 to 30% of individuals എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ സാൽമോണല്ലയുടെ പാത്തോജൻസിസിനെ പറ്റി പറയുന്നത്. ഓക്കെ.